RSS മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ശശികല ടീച്ചർമാരെ പോലെ സംസാരിച്ചവരോട് ഞാൻ പറഞ്ഞു തരാം. രാംദാസ് പോത്തൻ എന്ന് പറയുന്ന പോലീസുകാരൻ അങ്ങ് പാണക്കാട്ടെ തങ്ങൾക്കും MK മുനീറിനും കുഞ്ഞാലിക്കുട്ടി സാഹിബിനുമൊക്കെ സ്വീകരണം കൊടുക്കുന്നതിന്റെ ഇടയിൽ കൈതക്കാട്ട് ഷഫീഖ് എന്ന് പറയുന്ന കാസർകോട്ടെ ഒരു ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്ത് കൊന്ന അന്ന് ആ വെടിയൊച്ച കേട്ടിട്ട് ഓടിയ മുഹമ്മദ് അസ്കർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്താ ചെയ്തത്? ആരാ കൊന്നത്? RSSകാരൻ പതിയിരിക്കുകയായിരുന്നു. അതാണ് സംഘപരിവാരം, അതാണ് സംഘപരിവാരം. മനസ്സിലാക്കിക്കോ. അവന്റെ കൈ പിടിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചോദിക്കുമ്പോ എന്തിനാണോ പ്രതിരോധം എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം, SDPI പറഞ്ഞു തരാം. അന്ന് അവിടെ RSSുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അന്ന് RSSന്റെ ഏതെങ്കിലും ശാഖയിലെ പ്രവർത്തകരെ ലീഗിന്റെ പ്രവർത്തകര് തല്ലിയിട്ടില്ല. ഏതെങ്കിലും അമ്പലത്തിന് ലീഗിന്റെ പ്രവർത്തകര് കല്ലെറിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയെങ്കിലും ആലോചിക്കണമായിരുന്നെങ്കിൽ അവിടെ മുസ്ലിം ചെറുപ്പക്കാർ ഒത്തുകൂടിയപ്പോ അവിടെ ഒരു കടയുടെ വരാന്തയിൽ ഒളിച്ചിരുന്ന, ഞാൻ ആ സ്ഥലം കണ്ടതാ കാസർഗോഡ് പോയപ്പോ, ഒരു ഇരുടുമൂടിയ ഒരു ഇടുങ്ങിയ ഇടത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കിട്ടിയപ്പോ RSSകാരൻ ഒരു പ്രകോപനവുമില്ലാതെ ആ മുസ്ലിം ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കി. അതുകൊണ്ടാണോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞത് RSSകാരൻ, അതുകൊണ്ടാ SDPI പറഞ്ഞത് RSSകാരൻ തൃശൂലവും എടുത്തു വരുമ്പോ ഓനോട് ഇത് അങ്ങ് തറവാട്ടിന്ന് കൊണ്ടുവന്ന ആത്മസംയമനത്തിന്റെ താരാട്ടുപാട്ടാണ്, ഇത് കേട്ട് നീ ഉറങ്ങൂ എന്നല്ല പറയേണ്ടത്. മുഖത്തടിക്കണ്ട, അവന്റെ മുഖത്തടിക്കണം, എന്നാലേ നിലനിൽക്കാൻ പറ്റൂ. അത് മനസ്സിലാക്കിയിട്ടാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളൊന്നുമില്ല, ഞങ്ങൾക്ക് നാട്ടില് കുഴപ്പമുണ്ടാക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ ഞങ്ങൾ കുഴപ്പത്തിനെതിരാണ്, കുഴപ്പത്തിനെതിരാകുമ്പോ ഇപ്പൊ എന്താ ചെയ്യാ? എന്റെ നാട്ടിലൊക്കെ ആന ഇറങ്ങും. ഇപ്പൊ കസ്തൂരി രംഗ റിപ്പോർട്ട് വരാൻ പോവാ, ഇനി ആന എന്നെ ആയിരിക്കും. ആദ്യം ആൾക്കാര് ഈ ടിന്നിനൊക്കെ മുട്ടും, തകരപ്പാട്ടൊക്കെ മുട്ടും, ഓടിക്കാൻ വേണ്ടി ശ്രമം നടത്തും, അമിട്ട് പൊട്ടിക്കും, പടക്കം പൊട്ടിക്കും, തീയിടും, ആന പോവില്ല. കുറച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഫോൺ ചെയ്യും. എന്നിട്ട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആള് വരും, മയക്ക് വെടിവെക്കും. ചില ആന മയങ്ങൂല, ആന ഒരേ കൃഷി നശിപ്പിക്കലായിരിക്കും. അപ്പൊ എന്താ ചെയ്യാന്നറിയോ? ഫോറസ്റ്റ് ഓഫീസർമാര് അതിന് ഒറിജിനൽ വെടിവെക്കും. അങ്ങനെ മാത്രമേ മതം ഇളകിയതിനെ അങ്ങനെ മാത്രമേ തളയ്ക്കാൻ സാധിക്കൂ. എങ്കിൽ അങ്ങനെ തളയ്ക്കാൻ തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ തീരുമാനം. അതിന്റെ പേര് തീവ്രവാദമാണ് എന്നാണ് എങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് ഞങ്ങൾ സ്നേഹത്തോടുകൂടെ ഇങ്ങോട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാ. ഒരു സംശയവും വേണ്ട, ഞങ്ങൾ തയ്യാറാ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് കുഴപ്പമുണ്ടാവരുത്. CPMകാരൻ അങ്ങനെ കത്തിയും വാളും എടുത്തിട്ട് മുണ്ടും മാടിക്കുത്തി ഇറങ്ങുമ്പോ പാർട്ടി ഗ്രാമങ്ങളിലെ മുസ്ലിം ചെറുപ്പക്കാർക്ക്, അവിടുത്തെ മുസ്ലിം ഉമ്മമാർക്ക്, മുസ്ലിം സഹോദരിമാർക്ക്, അവിടുത്തെ ദളിതുകൾക്ക്, അവിടുത്തെ സാധാരണക്കാർക്ക് സമാധാനത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചിലപ്പോ അളമുട്ടുമ്പോ എല്ലാവരും പ്രതിരോധിക്കും. ഇന്ന് ബഹുമാന്യനായ AP ഉസ്താദ് പറഞ്ഞു, ഇതേ പോക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കണ്ടേ? തെല്ലിലീഗേര് പെരിന്തൽമണ്ണയിൽ 2 ആളുകളെ ഇന്ന് വധിച്ചിരിക്കുന്നു. APക്ക് പ്രശ്നമാണ്. മുസ്ലിം ലീഗുകാരാ, എന്താ നിന്റെ പണി? എന്താണോ നിന്റെ പണി? വന്നത് സ്വന്തം സമുദായത്തിലെ ആളുകളെ കൊല്ലലൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അതിനുവേണ്ടി ഈ സമുദായത്തെ ഇങ്ങനെ ഭിന്നിപ്പിച്ചു നിർത്തുന്നവരെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. ലീഗിന് സമുദായ സ്നേഹമൊന്നുമല്ല, ലീഗിന് വേറെന്തൊക്കെയോ സൂക്കടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നൗഷാദ് സാഹിബ് ഇവിടെ പറഞ്ഞു, CPM എതിർക്കുന്നു, മുസ്ലിം ലീഗ് എതിർക്കുന്നു, കോൺഗ്രസ് എതിർക്കുന്നു, RSS എതിർക്കുന്നു, BJP എതിർക്കുന്നു, പല സംഘടനകളും നിരന്തരമായി എതിർത്തുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഞങ്ങൾ ഈ രാജ്യത്ത് പുതിയത് പറയുന്നു. കുറുമുന്നണികൾക്കെതിരെ ഞങ്ങൾ ഈ രാജ്യത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ദേശാഭിമാനിക്കും ഇപ്പം ഭയങ്കര വിഷമാണ്. പന്തീരിക്കരയിൽ പീഡനം നടന്നപ്പോ ആ പീഡനത്തിലെ ഒരു ചങ്ങാതിയെ ദേശാഭിമാനി SDPIയിൽ ചേർത്തു. ഞങ്ങൾ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോ മിണ്ടു നിന്നില്ല. ദേശാഭിമാനിക്ക് സൂക്കേട് തുടങ്ങിയത് എപ്പാന്നറിയോ നിങ്ങള്? മുസ്ലിം ലീഗിൽ നിന്ന് ദേഷ്യം പിടിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരൊക്കെ CPMലേക്ക് പോകും. ഇപ്പൊ അത് നടക്കുന്നില്ല.
മലപ്പുറത്ത് വന്ന 1600 അവര് കൊണ്ടുപോകേണ്ടതാ. ഇപ്പൊ അത് നടക്കുന്നില്ല. അതാണ് പ്രശ്നം. അത് മാത്രമല്ല, ദേശാഭിമാനി ഈ കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി സംസാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോ, ഇവിടുത്തെ ദളിതനോട്, ആദിവാസിയോട്, പിന്നോക്കനോട് അവന്റെ അവകാശത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ ഈ പാർട്ടിയിലേക്ക് കൂട്ടം കൂട്ടമായി ദളിതുകളും ആദിവാസികളും കടന്നു വരുന്നു. 2012 നവംബർ 27 പാലക്കാട്ടെ കോട്ട മൈതാനിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 2ാം ഭൂസമരം പ്രഖ്യാപിച്ചു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, കേരളത്തില് ഈഴവന്, പുലയന്, പറയന്, കാട്ടുനായ്ക്കന്, ചോലനായ്ക്കന്, അങ്ങ് അയ്യങ്കാളിയുടെ പിന്മുറക്കാർക്ക് കേരളത്തിലെ പുന്നപ്രയിലെയും വയലാറിന്റെയും മണ്ണില് രക്തസാക്ഷികളായ ഇവിടുത്തെ പുലയനും തീയനുമൊക്കെ ഇന്നും ചുവന്ന കൊടിയുമെടുത്ത് ഭൂസമരത്തിന് നടക്കുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അവരോട് പറഞ്ഞു, ഭൂമിക്ക് വേണ്ടിയുള്ള സമരം 3 സെന്റിനും 4 സെന്റിനും ഏലംകുളം മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പേരിൽ കിട്ടുന്ന കേവലം നക്കാപ്പിച്ച 1 ലക്ഷം രൂപയുടെ വീട്ടിനും വേണ്ടിയല്ല സമരം ചെയ്യേണ്ടത്, കൃഷിഭൂമിക്ക് വേണ്ടിയാണ് സമരം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ കൂട്ടം കൂട്ടമായി ആളുകൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഈ പാർട്ടിയെ വേട്ടയാടാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങ് മൂവാറ്റുപുഴയില് ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് മേടിക്കാൻ ശ്രമം നടത്തുന്നതിന്റെ ഇടയിൽ ഏതോ ആളുകൾ ആ ചങ്ങാതിയുടെ കൈവെട്ടി ജോസഫ് എന്ന് പറയുന്ന അധ്യാപകന്റെ. ഇതുവരെ കേസ് തെളിഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളുടെ തലയിലിട്ടു, SDPIയുടെ തലയിലിട്ടു, പോപ്പുലർ ഫണ്ടിന്റെ തലയിലിട്ടു. കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാര് UAPA പ്രകാരം ജയിലിലടച്ചു ചെറുപ്പക്കാരെ. നാറാത്തിന്റെ പേരിൽ കോൺഗ്രസിന്റെ തിരുവഞ്ചൂര് നായര് 21 ചെറുപ്പക്കാരെ UAPA എന്ന് പറയുന്ന കരിനിയമം ഉപയോഗിച്ച് ജയിലിലടച്ചപ്പോ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഉണർന്നു. ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ, പോപ്പുലർ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ ഈ കരിനിയമത്തിനെതിരെ പ്രതികരിക്കുന്ന ആളുകളും തിരുവനന്തപുരത്ത് വലിയ ഒരു സമ്മേളനം നടത്തി. UAPA കരിനിയമത്തിനെതിരെ ജനവിചാരണ യാത്രയുടെ സമാപനം. അതുവരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു CPM-ന്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ണെത്താ ദൂരത്ത് AKG സെന്ററിന്റെ മണ്ടയിൽ കയറി നിന്നിട്ടും ആളുകളുടെ അറ്റം കാണാൻ സാധിക്കാതിരുന്നപ്പോ കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാര് പിറ്റേന്ന് കേരളത്തിന്റെ നിയമസഭയിൽ നിന്നിട്ട് പറഞ്ഞു, എടോ യൂത്ത് ലീഗുകാരെ കേട്ടോ, കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാര് സ്പീക്കറോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഇവര് വളരുകയാണ്, ശ്രദ്ധിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർക്ക് പറയേണ്ടി വന്നു. പിറ്റേന്ന് മുതൽ ദേശാഭിമാനിയിൽ ഒരേ വാർത്തയാണ്. യാസീൻ ഭട്കലുമായി ബന്ധം, ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധം, ഫുജിയുമായി ബന്ധം, നാട്ടിലെ മുഴുവൻ പോപ്പുലർ ഫണ്ടാരെയും ഇപ്പൊ പിടിച്ചുകൊണ്ടുപോകും, മുഴുവൻ SDPIക്കാരെയും ഇപ്പൊ പിടിച്ചുകൊണ്ടുപോകും. എന്താ പ്രശ്നം? അത് UAPA കരിനിയമത്തിന്റെ പിറ്റേന്ന് ദേശാഭിമാനി പത്രം കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. AKG സെന്ററിൽ നേതാക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. SDPIയുടെ പ്രവർത്തകർക്ക്, പോപ്പുലർ ഫണ്ടിന്റെ പ്രവർത്തകർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ മുസ്ലിം ലീഗുമായിട്ട് ചെറിയൊരു തർക്കമുണ്ടായി. ഷാജിന്റെ ഫ്ലക്സ് ബോർഡ് ആരോ തല്ലിപ്പൊട്ടിച്ചു. ഞങ്ങളാന്ന് പറഞ്ഞ് SDPI ആന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഷാജിന് എവിടെയെങ്കിലും ഷാജിയുടെ എന്തെങ്കിലും ചെരുപ്പോ ഫ്ലക്സ് ബോർഡോ എന്തെങ്കിലും പോയാൽ ഞങ്ങളാണ് എന്ന ഒരു വിചാരാണ്. ആ ചങ്ങായി എന്നെ പറയും, എനിക്ക് SMS വന്നു, ഇവനെ കൊല്ലുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ചോദിച്ചു, എടോ ചങ്ങായി, IT ഭരിക്കുന്നത് കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ, എന്നാ ആ നമ്പർ വെച്ചിട്ട് നീ ഒരു കേസ് കൊടുക്ക്, എന്നാ അറിയാലോ പോപ്പുലർ ഫണ്ടാരാണോ SDPIക്കാരാണോ, ഇനി നിന്റെ പാർട്ടിയിലെ തന്നെ ആളുകൾ നിന്നെ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് SMS അയച്ചതാണോ എന്നൊക്കെ തെളിയുമല്ലോ. അതല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഭാര്യന്റെ അടുത്തൊരു ഫോൺ കൊടുത്തിട്ട്, ഒരു സിമ്മും കൊടുത്തിട്ട് എന്നെ കൊല്ലുമെന്ന് മെസ്സേജ് അയക്കണം എന്ന് പറയുന്നതാണോ എന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞപ്പോ അതില്ല, ഒരു നിയമ നടപടിയും ഇല്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ഞാൻ പറഞ്ഞു വന്നത്. മാനന്തവാടിയിൽ പ്രശ്നം ഉണ്ടായപ്പോ ലീഗ് കേസ് കൊടുത്തു. SIയുടെ CIയുടെ അടുത്ത് പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയി. അപ്പോ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും സെക്രട്ടറിയും, നിങ്ങൾ കേട്ടോ യൂത്ത് ലീഗേരാ, ഞങ്ങളെ സംഘം ചേർന്ന് തല്ലാൻ വരുന്ന നിങ്ങളുടെ പാർട്ടിയുടെ പഞ്ചായത്ത് ഭാരവാഹികൾ CIയോട് പറഞ്ഞ ഏക പരാതി, ഇവർ ഞങ്ങളെ നോക്കി പേടിപ്പിക്കുന്നു.
സംഭവിച്ചതാണ്. CI ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇവര് നോക്കുമ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞങ്ങൾ അറിയൂല, ഞങ്ങൾ നോക്കുമ്പോ ഇവരൊക്കെ എന്തിനാ പേടിക്കുന്നത്? AKG സെന്ററിന്റെ മുമ്പില് ജാഥ നീങ്ങാതിരുന്നപ്പോ കുറച്ച് പ്രവർത്തകർ നിന്നു. ഈ CPM-കാര് AKG സെന്ററിൽ 1ഉം 2ഉം ഒക്കെ സാധിച്ചു, ഞങ്ങളെ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് പിറ്റേന്ന് പറഞ്ഞു AKG സെന്റർ ഉപരോധിക്കാൻ ശ്രമം നടത്തി. പിന്നെ എല്ലാ ദിവസവും ദേശാഭിമാനിയിൽ കാളകൂടം പോലെ ഇങ്ങനെ അപസർപ്പ കഥകൾ ഇങ്ങനെ പടച്ചു വിടുകയാണ്. അവസാനം ഒന്നും കിട്ടാതായി, എല്ലാം പൊളിഞ്ഞു. രാജ്യത്തെ സ്ഫോടനം നടത്തിയത് RSS ആണ് എന്ന് തെളിഞ്ഞു. രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരെ അനധികൃതമായി തടങ്കൽ വെച്ച് ഭീകരവാദികളായി ചിത്രീകരിക്കുന്നു എന്നൊക്കെ തെളിഞ്ഞപ്പോ ഒന്നുമില്ലാതായി. അവസാനം ഒരു ദിവസം രാവിലെ ഡെസ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ദേശാഭിമാനിയുടെ എഡിറ്റർക്ക് ഒരു കോള്, ജംറയിൽ കല്ലേറ്. ജംറയിൽ കല്ലേറ്. ഇയാൾ ചോദിച്ചു, കേരളത്തിൽ നിന്നൊക്കെ ജംറയിലേക്ക് ആള് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. SDPIക്കാര് പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എന്നാ ഇവരെന്നെ പത്രത്തിന് അച്ചു നിരത്തി ജംറയിൽ കല്ലേറ്, SDPI പോപ്പുലർ ഫ്രണ്ട് ബന്ധം അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഈ ചങ്ങായി ചാനൽ നോക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഹജ്ജിന്റെ ഒരു ചടങ്ങാണ്. ദേശാഭിമാനിക്ക് സഖാക്കന്മാർക്ക് പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഈ പാർട്ടി കടന്നു ചെല്ലുന്നു. ആയിരക്കണക്കിന് ആളുകൾ, ദളിതുകൾ, ആദിവാസികൾ, കൊല്ലാനും ചാകാനും പോയ ആളുകൾ ഭൂമിക്ക് വേണ്ടി കേരളത്തിന്റെ മണ്ണിൽ, ഈ കേരളത്തിന്റെ മയിൽ, ആ മണ്ണിൽ അയ്യങ്കാളിയുടെ പിന്മുറക്കാർ, ഇവിടുത്തെ പുലയനും പറയനും കാട്ടുനായ്ക്കനും ചോലനായ്ക്കനുമൊക്കെ എടോ സഖാവേ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷം വന്ന 16 ബ്രാഞ്ചുകളിൽ 16ലും ദളിതുകളാണ്. റവല്യൂഷണറി ദളിത് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ ഈ പാർട്ടിയിലേക്ക് ലയിച്ചിരിക്കുന്നു. തെക്കൻ കേരളത്തിൽ നിന്ന് 100 കണക്കിന് ആളുകൾ SDTUവിലേക്കും SDPIയിലേക്കും ഒക്കെ കടന്നു വരുമ്പോ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോ ഞങ്ങളെ മേലെ കുതിര കയറിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പ്രവർത്തകര് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. നിങ്ങൾ ഈ കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകരെയും എടുത്തോ, നിങ്ങളുടെ പ്രദേശത്തെ പ്രവർത്തകരുടെ എടുത്തോ, അവരുടെ ജീവിത രീതി മനസ്സിലാക്കിക്കോ. കാരണം എന്താ അറിയോ, ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പ് കയ്യിലേക്ക് കൊടുക്കുമ്പോ ഞങ്ങൾ അവരോട് പറയുന്നുണ്ട്, വെള്ളമടിക്കരുത്, നാട്ടിൽ വേണ്ടാത്ത പണിക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ മദ്യപാനിയായ ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന്, ഒരു കുടുംബനാഥന് അവന്റെ സമൂഹത്തോടോ കുടുംബത്തോടോ നാടിനോടോ നീതി പുലർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാ പിണറായി വിജയൻ നയരേഖ ഉണ്ടാക്കിയിട്ട് മദ്യപാനികൾ ഒരുപാടുണ്ട്, ഒരുപാട് പ്രശ്നക്കാര് ഉണ്ട് എന്ന് പറയുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇനി അഥവാ ഏതെങ്കിലും പ്രവർത്തകൻ നാട്ടിലെ ഏതെങ്കിലും ഒരു അനാശാസ പ്രവർത്തനത്തിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചുമക്കൂല, ആർജവത്തോടുകൂടെ മാറ്റി നിർത്തും. അതായി പാർട്ടിന്റെ പ്രശ്നം. ഇപ്പൊ പഴയതുപോലെ 1.5 അടിച്ചിട്ട് സിന്ദാബാദ് വിളിക്കാൻ ചെറുപ്പക്കാരെ കിട്ടാതെയാവുന്നു. പഴയതുപോലെ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മദ്യം കൊണ്ടുകൊടുത്താൽ കോളനികളിൽ നിന്ന് ജാഥക്ക് നീളം കൂട്ടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഈ ആളുകളെ കിട്ടാതെയാവുന്നു. താത്വികമായ കുറെ പ്രശ്നമൊക്കെ ഉണ്ട് CPM-ന്, അതൊന്നും ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരേണ്ടതാണ്, തകരും, ഇവർ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് എന്നൊക്കെ ഈ ലെനിൻ തന്നെ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. ഇത് ലീഗേർക്ക് കേട്ടാൽ മനസ്സിലാവില്ല, ഇപ്പോഴത്തെ CPM-മാർക്കും കേട്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനുണ്ടാവേണ്ട തകർച്ചയിലേക്ക് തന്നെയാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭൂമിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, നാടിന് വേണ്ടി സമരം ചെയ്യുന്നവർ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിന്റെ മണ്ണിൽ പിണറായി വിജയൻ കേരളത്തിൽ ലാവ്ലിൻ കേസിൽ പുറത്തേക്കിറങ്ങുമ്പോ അന്ന് കേരളത്തിൽ 30 മണിക്കൂർ ഉപരോധ സമരം CPM അവസാനിക്കുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് പറഞ്ഞതാണ്, ഷുക്കൂറിന്റെ കേസും അൻവറിന്റെ കേസും TP ചന്ദ്രശേഖരന്റെ കേസും ലാവ്ലിൻ കേസും കേരളത്തിലെ CPM-ന്റെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പല നേതാക്കന്മാരുടെയും കേസ് തേച്ചു മാഞ്ഞു പോവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞു. അത് തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നൗഷാദ് സാഹിബിന്റെ നാട്ടിൽ നിന്ന് വരുമ്പോ കണ്ണൂരിലെ പേരാവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഫ്ലക്സ്, എന്നെ കേൾക്കുന്ന സഖാവേ,
100 പൂക്കൾ വിരിയും, വിപ്ലവം വരും എന്നൊക്കെ ആലോചിച്ചു നിന്ന സഖാവെ, വ്യക്തിപൂജയിലേക്ക് നിങ്ങളുടെ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫ്ലെക്സ് ബോർഡ്, പിണറായി വിജയന്റെ ഫോട്ടോ, എന്നിട്ട് കുറെ ഡയലോഗ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, സഖാവെ നിങ്ങളെ ഞങ്ങൾ അറിയാതെ ആരാധിച്ചു പോകുന്നു. ഇവിടെ എത്തി CPM. ഇനി EMS-നും നായനാർക്കൽ ഓരോ മക്കാമും കൂടെ തുടങ്ങിയാൽ മതി, എന്നാ പൂർത്തിയായി. എന്നാ പിന്നെ വിപ്ലവമൊക്കെ റെഡിയായി. ഒരു കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തകർച്ച നേരിടുന്നു. DYFI വലിയ തകർച്ച നേരിടുന്നു. ആ വിവാഹിതനായ ചെറുപ്പക്കാരനായ പീതാംബരക്കുറുപ്പ് ചേതാമേനോനെ ഒന്ന് അടുത്ത് കിട്ടിയപ്പോ അറിയാതെ ഒന്ന് തോണ്ടിപ്പോയി. എന്തൊരു പുകിലായിരുന്നു. DYFI-കാരുടെ വക ഭയങ്കര മാർച്ച്. എടോ സഖാവേ, നാണമുണ്ടോ? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കൊണ്ടു നടക്കുന്ന മാലിന്യമില്ലേ ജോസ് തെറ്റയില്? എന്താ നിങ്ങൾ പറഞ്ഞ ന്യായം? കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടിട്ടുണ്ട്. കോടതി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോസ് തെറ്റയിൽ എന്ന് പറയുന്ന മാലിന്യത്തെ കൊണ്ടു നടക്കുമ്പോ തന്നെ കേരളത്തിന്റെ മണ്ണിൽ സഖാക്കന്മാർ പീതാംബരക്കുറുപ്പിനെതിരെ സിന്ദാബാദ് വിളിക്കുമ്പോ എന്തൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഈ വരുന്ന നവംബർ 25-ാം തീയതി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനമാണ്. എന്നെ കേൾക്കുന്ന സഖാവേ, കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം. ഒരുപാട് നവംബർ 25-കളിൽ ഇങ്ങനെ കൂത്തുപറമ്പിലെ രക്തസാക്ഷി